പുതിയ കാറിന് ഇൻഷുറൻസ് എടുക്കുമ്പോഴും പഴയ ഇൻഷുറൻസ് പുതുക്കുമ്പോഴും ചെറിയ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 10,000 ലാഭിക്കാൻ പറ്റും. അതുകൂടാതെ കഷ്ടകാലത്തിന് വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ പരമാവധി പണം ഇൻഷുറൻസ് വഴി നമുക്ക് നേടിയെടുക്കാനും പറ്റും. പലരും കരുതുന്ന പോലെ അല്ല. ഫുൾ കവർ ഉണ്ടെങ്കിലും ബമ്പർ ടു ബമ്പർ ഉണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് കാശടിക്കാനുള്ള വ്യവസ്ഥ പോളിസി ഡോക്യുമെൻറ്റുകളിൽ കാണും. നല്ല ഇൻഷുറൻസ് ഉണ്ടായിട്ടും വണ്ടി പണിക്ക് കയറ്റിയവർക്ക് ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലാവും. ഇത് സംഭവിക്കാതിരിക്കാൻ എല്ലാവർക്കും മനസ്സിലാവുന്നത് പോലെ ഞാനിന്ന് കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ ആളുകൾ ഇടിച്ചേറി കാണുന്ന ഒരു വീഡിയോ അല്ല ഇത് എന്ന കാര്യം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈക്കും ഷെയറും പിന്നെ അനുഭവങ്ങൾ കമൻ്റ് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്താനുള്ള സാധ്യത കൂടുന്നതാണ്. അങ്ങനെ കുറച്ച് പേരൊക്കെ കണ്ടാലാണ് ഇതുപോലെ ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള എന്നാൽ അധികം ആരും കാണാത്ത തരത്തിലുള്ള വീഡിയോ കൂടെ സംസാരിക്കാൻ നമുക്കെല്ലാം പ്രചോദനമാവുക. ഇനി ഷെയർ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാലോ. നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം, കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഇൻഷുറൻസ് കണ്ടെത്താം. പണ്ട് നമ്മൾ ഫോൺ മേടിച്ചതുപോലെയാണ് ഇപ്പോൾ കാർ ഇൻഷുറൻസിൻ്റെ കാര്യവും. ഓൺലൈൻ വഴി നല്ല പ്ലാനുകൾ നല്ല ഡിസ്കൗണ്ടിൽ നമുക്ക് കാണാം. ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും അതാത് കമ്പനി നേരിട്ടാണ് നമുക്ക് പോളിസി ഇഷ്യൂ ചെയ്യുക. അതുകൊണ്ട് ക്ലെയിം ചെയ്യുന്ന സമയത്ത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും. കമ്പനികളെ താരതമ്യം ചെയ്ത് കുറഞ്ഞ ചിലവിൽ എടുക്കുന്നതാണ് നമുക്ക് ലാഭം. ഉദാഹരണത്തിന് ഞാൻ കമൻറ്റിൽ കൊടുത്ത ലിങ്കിൽ പോയിട്ട് നമ്മുടെ കാറിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്യുക. നമ്മുടെ കാറിൻ്റെ പഴക്കവും മൂല്യവും ഒക്കെ അനുസരിച്ച് നമുക്ക് ഏതൊക്കെ കമ്പനി ഏതെല്ലാം തരം ഇൻഷുറൻസുകൾ ലഭ്യമാക്കുന്നുണ്ട് എന്ന കാര്യം മുഴുവൻ ഇവിടെ കാണിക്കും. ഇതിൽ നിന്ന് നമുക്ക് യോജിച്ചപ്പോൾ 1-2 മിനിറ്റ് കൊണ്ട് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നതാണ്. ഇത് പോളിസി ബസാർ വെബ്സൈറ്റിൻ്റെ കാർ ഇൻഷുറൻസ് മാത്രം നോക്കുന്ന ലിങ്കാണ്. ഇവിടെ ഒട്ടുമിക്ക എല്ലാ കമ്പനികളും ഉണ്ട്. അതുകൊണ്ട് താരതമ്യം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ പുതിയ കാറ് മേടിക്കുമ്പോൾ ഡീലർഷിപ്പിൽ നിന്ന് തന്നെ ഇൻഷുറൻസ് എടുക്കണമെന്ന നിർബന്ധമല്ല. ഇതുവഴി നമ്മൾ എടുക്കുകയാണെങ്കിൽ 40,000 രൂപ വരെ ലാഭിക്കാൻ പറ്റുന്നതാണ്. കൂടാതെ ഇൻഷുറൻസ് പുതുക്കുന്നവർ കുറച്ച് നേരത്തെ പുതുക്കിയാലും നിലവിലെ പോളിസി എക്സ്പയർ ആകുമ്പോഴാണ് പുതിയ പോളിസി ആക്റ്റീവ് ആവുക. അപ്പോൾ ദിവസങ്ങൾ നഷ്ടപ്പെടുമെന്ന പ്രശ്നവുമില്ല. പക്ഷേ നമ്മൾ ലിങ്കിൽ പോയാൽ കുറേ ഫീച്ചേഴ്സ് കാണാം, കുറേ പേരുകളുണ്ട്. ഇതിൽ നിന്ന് ശരിക്കും ഏത് ഇൻഷുറൻസ് ആണ് നല്ലത്, ഏതൊക്കെ ഫീച്ചറുകൾ നമ്മുടെ കാറിന് വേണം എന്ന സംശയം പലർക്കും ഉണ്ടാവും. ആ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാവുന്നത് പോലെ ഞാൻ വിശദീകരിക്കാം. നമ്മൾ കാറുകൾക്ക് എടുക്കുന്ന ഇൻഷുറൻസുകളെ പൊതുവെ 3 ആയിട്ട് തരംതിരിക്കാം. 1 തേർഡ് പാർട്ടി ഇൻഷുറൻസ്, 2 സ്റ്റാൻഡ് അലോൺ ഓൺ ഡാമേജ്, 3 കോംപ്രഹെൻസീവ് ഇൻഷുറൻസ്. ഇങ്ങനെ 3 എണ്ണം പറയുന്ന സമയത്ത് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, അപ്പോൾ ഫുൾ കവർ എവിടെ, ബമ്പർ ടു ബമ്പർ എവിടെ? ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം ഇന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് പറയാൻ പോകുന്നതെല്ലാം പ്രൈവറ്റ് വാഹനങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പ്രൈവറ്റ് കാറുകളെ സംബന്ധിക്കുന്ന കാര്യമാണ്. കൊമേഴ്ഷ്യൽ കാറുകൾക്ക് ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണാറുണ്ട്. ഒന്നാമത്തെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അതില്ലാതെ ഇന്ത്യയിൽ ഇപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റുന്നതല്ല. നമ്മൾ കാറുമായിട്ട് പുറത്തിറങ്ങിയാൽ പോലീസുകാരോ MVDയോ കൈ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിക്കാറില്ലേ? അപ്പോൾ അവർ നോക്കുന്ന കാര്യം ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും ഉണ്ടോ. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇല്ലാതെ നമുക്ക് റോട്ടിലേക്ക് വണ്ടി ഇറക്കാൻ വേണ്ടി പറ്റുന്നതല്ല. ഈ തേർഡ് പാർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റേ ആളാണ്. അതായത് നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകൊണ്ട് മറ്റൊരാളുടെ സ്വത്തിനോ ജീവനോ വാഹനത്തിനോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം നമ്മൾ വഹിക്കേണ്ടതാണ്, അല്ലേ? അപ്പോൾ ഒരുപക്ഷെ ജനങ്ങൾക്കത് വഹിക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് അത് ഇൻഷുറൻസ് കമ്പനി വഹിക്കേണ്ടതാണ്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിർബന്ധമാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തോന്നും നമ്മുടെ വണ്ടിക്ക് എന്താണെങ്കിലും തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ട്, മറ്റൊരു വണ്ടിക്കും തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടി കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ തേർഡ് പാർട്ടി വെച്ച് ക്ലെയിം ചെയ്യുന്നു, അവൻ എൻ്റെ തേർഡ് പാർട്ടി വെച്ച് ക്ലെയിം ചെയ്യുന്നു. ഇങ്ങനെ പറ്റില്ല. ഈ ഒരു ഒറ്റ കൊളീഷനിൽ ഒരാൾക്ക് മാത്രമേ തേർഡ് പാർട്ടി ഇൻഷുറൻസ് പ്രകാരം ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതും നമ്മൾ കേസ് കൊടുക്കണം. അപ്പോൾ മറ്റേ ആൾ നമ്മളെ വന്നിരിക്കുകയാണ്, ആളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ നമുക്ക് കേസ് കൊടുക്കാം. കോടതി വ്യവഹാരമൊക്കെ കഴിയുമ്പോൾ ഒരു 2-3 വർഷമൊക്കെ ആവും. ആ സമയത്ത് നമുക്ക് നഷ്ടപരിഹാര തുക കോടതി അനുവദിച്ച് നൽകുന്നതാണ്. ഇൻഷുറൻസ് കമ്പനിയാണ് ഈ നഷ്ടപരിഹാര തുക നമുക്ക് തരിക. ഇത് നമ്മുടെ വണ്ടിക്ക് ചിലവായ തുക മാത്രമായിരിക്കില്ല. നമ്മൾ ഒരുപാട് കാലം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, കോടതി വ്യവഹാരങ്ങൾക്ക് ചിലവുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് മറ്റ് വാഹനം ഉപയോഗിച്ചിട്ടുണ്ടാവും, അതിൻ്റെ ചിലവുണ്ടാവും. ഇങ്ങനെ മാനസികമായിട്ട് നമുക്ക് വിഷമമുണ്ടാവും. ഈ കാര്യമെല്ലാം വക്കീലിന് വാദിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ കോടതി തീരുമാനിക്കും എത്ര തുകയ്ക്ക് നമുക്ക് അർഹതയുണ്ട്, അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ നമ്മളൊരു വണ്ടി ചെറുതായിട്ട് തട്ടി, അപ്പോൾ തന്നെ പോയിട്ട് ആരും കേസ് കൊടുക്കാറൊന്നുമില്ല. ആരുടെ ഭാഗത്താണോ തെറ്റ് അവർ പണം കൊടുത്ത് സെറ്റിൽ ചെയ്യാറാണ് പതിവ്. കാരണം 2-3 വർഷമൊക്കെ കഷ്ടപ്പെടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. രണ്ടാമത്തെ തരം ഇൻഷുറൻസ് ആണ് സ്റ്റാൻഡ് അലോൺ ഓൺ ഡാമേജ് എന്ന് പറയുന്നത്. ഇത് വാസ്തവത്തിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസിൻ്റെ നേരെ വിപരീതമാണ് എന്ന് ഓർത്താൽ മതി. അതായത് തേർഡ് പാർട്ടിക്കല്ല, നമുക്കാണ് ഇതുവഴി പരിരക്ഷ കിട്ടുന്നത്. പക്ഷേ ഈ സ്റ്റാൻഡ് അലോൺ ഓൺ ഡാമേജ് ഇൻഷുറൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് വണ്ടി റോട്ടിലേക്ക് ഇറക്കാൻ പറ്റുമോ? പറ്റില്ല. തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിർബന്ധമാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു പോളിസി വിൽക്കുന്നത്?
നമുക്കറിയുന്നത് പോലെ തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഒരു വാഹനം മേടിക്കുന്ന സമയത്ത് 4 വർഷത്തേക്ക് കിട്ടാറുണ്ട്. ഫുൾ കവർ ആദ്യത്തെ 1 വർഷമൊക്കെ കൊടുക്കാറുമുണ്ട്. അപ്പോൾ ഒന്നാമത്തെ വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന 3 വർഷം തേർഡ് പാർട്ടി മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് നമുക്ക് ഫുൾ കവർ വേണം, നമ്മുടെ വാഹനത്തിനും പ്രൊട്ടക്ഷൻ വേണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡ് അലോൺ ഓൺ ഡാമേജ് നമുക്ക് വാഹനത്തിന് വേണ്ടി പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ വരുന്ന സമയത്ത് തേർഡ് പാർട്ടിക്ക് മാത്രമല്ല നമ്മൾ പണം കൊടുത്ത് നമ്മുടെ വണ്ടിക്കും പരിരക്ഷ മേടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ തരം ഇൻഷുറൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനെയാണ് കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഫുൾ കവർ എന്ന് പറയാറുണ്ട്. പക്ഷേ ഫുൾ കവർ എന്ന് കേൾക്കുന്ന സമയത്ത് പലരും വിചാരിച്ചിരിക്കുന്നത് നമ്മൾ എത്ര പണം വാഹനത്തിന് അപകടം വന്നാൽ ചിലവാക്കുന്നോ അത്രയും പണം നമുക്ക് കമ്പനി, അതായത് ഇൻഷുറൻസ് കമ്പനി തിരിച്ചു തരും എന്ന രീതിയിലാണ്. പക്ഷേ ഇത് പരിപൂർണമായിട്ടും തെറ്റാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഈ ഫുൾ കവർ അല്ലെങ്കിൽ കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇതിലൊരു തേർഡ് പാർട്ടി ഉണ്ടാവും, സ്റ്റാൻഡ് അലോൺ ഓൺ ഡാമേജും ഉണ്ടാവും. അതായത് അവനും പരിരക്ഷ ഉണ്ടാവും, എനിക്കും പരിരക്ഷ ഉണ്ടാവും. രണ്ടും കൂടെ ചേരുന്ന സമയത്ത് അതിനെ ഫുൾ കവർ എന്ന് വിളിക്കുന്നതാണ്. വാഹനത്തിൻ്റെ പഴക്കം ഒരു 15 വർഷം വരെയൊക്കെ ആവുന്ന സമയത്ത് വരെ ഈ ഫുൾ കവർ ഒരാൾക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നത് കാണാറുണ്ട്. പക്ഷേ അതൊക്കെ തീരുമാനിക്കുക ഇൻഷുറൻസ് കമ്പനിയാണ്. ചില വാഹനങ്ങൾക്ക് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കും. ഓരോ കമ്പനിക്കും അതിൻ്റെ വാഹനത്തിൻ്റെ പഴക്കമനുസരിച്ച് ഫുൾ കവർ കൊടുക്കണോ വേണ്ടയോ എന്നെല്ലാം തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഞാൻ കോംപ്രഹെൻസീവിനെ പറ്റി പറഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ഫുൾ കവർ ഇൻഷുറൻസ് എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു നമ്മുടെ വർക്ക്ഷോപ്പിൽ ചിലവാകുന്ന പണത്തിൻ്റെ മുഴുവനും നമുക്ക് കിട്ടില്ല, അല്ലെങ്കിൽ കിട്ടുമെന്ന് കരുതുന്നത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? നമ്മുടെ വണ്ടി ആക്സിഡൻ്റ് ആയി, അല്ലെങ്കിൽ ഗേറ്റിലിടിച്ചു, എന്തെങ്കിലും സംഭവിച്ചു, നമ്മുടെ വണ്ടിക്കും പരിരക്ഷ ഉണ്ട്. കാരണം എന്താണ്? നമ്മൾ ഫുൾ കവറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ മറ്റൊരാളെ തട്ടിയാലും അതിനും പരിരക്ഷ ഉണ്ട്. പോലീസ് പിടിച്ചാലും നമുക്ക് കാണിച്ചു കൊടുക്കാം. കാരണം തേർഡ് പാർട്ടിയും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ നമ്മൾ വണ്ടി ഇപ്പോൾ ഒരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞിട്ടാണ് ഈ വണ്ടി തട്ടുന്നത്. ആ സമയത്ത് നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്. എന്നാൽ വാഹനങ്ങളുടെ പാർട്ട് മാറ്റി വെക്കേണ്ട അവസ്ഥ വരികയെന്ന് വിചാരിക്കാം. മിറർ മാറ്റേണ്ടി വരും, ഗ്ലാസ് മാറ്റേണ്ടി വരും, പെയിൻറ്റ് റീപെയിൻറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് നന്നാക്കൽ വർക്കുകളെല്ലാം അതിൽ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ ഈ സമയത്ത് പഴയ പാർട്ടല്ലല്ലോ റീപ്ലേസ് ചെയ്യുക, പുതിയ പാർട്ടാണ് റീപ്ലേസ് ചെയ്യുക. പക്ഷേ നമ്മുടെ കാറിന് 4 വർഷത്തെ പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ കാറിൻ്റെ പാർട്സിന് ഓരോന്നിനും, ഇപ്പോൾ മെറ്റാലിക് പാർട്ടാണെങ്കിൽ മെറ്റാലിക് പാർട്ടിന് അതിൻ്റെ ഒരു ഡിപ്രിസിയേഷൻ വാല്യൂ ഉണ്ടാവും, പെയിൻറ്റിനാണെങ്കിൽ അതിൻ്റെ ഡിപ്രിസിയേഷൻ വാല്യൂ ഉണ്ടാവും, ഗ്ലാസ്സിനാണെങ്കിൽ ചിലപ്പോൾ ഡിപ്രിസിയേഷൻ വാല്യൂ ഉണ്ടാവില്ല. അതെല്ലാം നോക്കിയിട്ട് കൃത്യമായിട്ട് പോളിസി ഡോക്യുമെൻറ്റ്സിൽ എഴുതിയിട്ടുണ്ടാവും. അതിനനുസരിച്ചുള്ള ഡിപ്രിസിയേഷൻ വാല്യൂ കുറച്ചിട്ടാണ് നമുക്ക് ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യുക. അതായത് നമുക്കിപ്പോൾ ഒരു മിറർ മാറ്റി വെക്കാൻ വേണ്ടി ചിലവാകുന്നത്, അതിൻ്റെ ഫൈബർ പാർട്ട് മാറ്റി വെക്കാൻ വേണ്ടി ചിലവാകുന്നത് 1000 രൂപയാണെങ്കിൽ ഒരുപക്ഷെ 500 രൂപയായിരിക്കും കമ്പനി പേ ചെയ്യുക. കാരണം 50% ഡിപ്രിസിയേഷൻ വാല്യൂ ആയിട്ട് കണക്കാക്കിയിട്ടുണ്ടാവും. ചിലവാക്കുന്ന മുഴുവൻ പണവും ഇൻഷുറൻസ് കമ്പനി തിരിച്ച് തരുമെന്ന് വിചാരിച്ച് ക്ലെയിം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ 50,000 രൂപ ചിലവാക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ 30,000 രൂപയായിരിക്കും തിരിച്ചു കിട്ടുക. പക്ഷേ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മളൊരു കാറും എടുത്ത് പോവുകയാണ്, നമ്മളൊന്നും ചെയ്തില്ല, മറ്റൊരു വാഹനം നമ്മുടെ വണ്ടിയെ ഇടിക്കുകയാണ്, നമ്മുടെ വാഹനം വലിയ രീതിയിൽ തകർന്നു പോകുന്നു, നമ്മുടെ കാറിന് വലിയ പരിക്കുകൾ പറ്റുന്നു, നമുക്ക് ഫുൾ കവർ ഇൻഷുറൻസ് ആണുള്ളത്. അതിനർത്ഥം നമ്മൾ റിപ്പയർ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ഡിപ്രിഷിയേറ്റഡ് ആയിട്ടുള്ള വാല്യൂ അടക്കം കണക്കാക്കിയിട്ട് ഒരു തുക മാത്രമേ ഇൻഷുറൻസ് കമ്പനി അനുവദിക്കുകയുള്ളൂ. സർവേർ എല്ലാം കൃത്യമായിട്ട് എത്രത്തോളം ഡിപ്രീസിയേഷൻ വാല്യൂ ഉണ്ടെന്ന് കണക്കാക്കും. അതിന് എത്ര നഷ്ടപരിഹാര തുകയ്ക്ക് ക്ലയൻറ്റിന് അർഹതയുണ്ട് എന്ന് കണക്കാക്കി ആ പണം മാത്രമേ കിട്ടുള്ളൂ. 1 ലക്ഷം രൂപ നമുക്ക് ആകെ ചിലവായി, എന്നാൽ കമ്പനി നമുക്ക് തരാൻ പോകുന്നത് 60,000 രൂപ മാത്രമാണ് എന്ന് കരുതുക. ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. മറ്റേ ആളാണ് നമ്മളെ വന്ന് തട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കേസ് കൊടുത്ത് കോടതിയിൽ പോവുകയാണെങ്കിൽ ബാക്കി വരുന്ന പണം ഉണ്ടല്ലോ, 1 ലക്ഷം ആകെ ചിലവായി, 60,000 രൂപ നമുക്ക് കമ്പനി തന്നു, 40,000 രൂപ നമുക്ക് തേർഡ് പാർട്ടിയിൽ നിന്ന് മേടിച്ചെടുക്കാനുള്ള അവകാശമുണ്ട്. നമ്മൾ അങ്ങോട്ട് ചെന്ന് തട്ടിച്ച് അവൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ തുക നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ കൃത്യമായിട്ട് നമ്മൾ കേസ് കൊടുക്കുകയാണെങ്കിൽ ഒരു 2-3 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ തേർഡ് പാർട്ടി വഴി നമുക്ക് പണം മേടിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ചില സമയത്തെല്ലാം പെട്ടെന്ന് തന്നെ വിധിയാവാറുണ്ട്, എങ്കിലും ഒരു അത്യാവശ്യം സമയം എടുക്കുന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും പറയുന്ന സമയത്ത് പലർക്കും തോന്നും ഞാൻ ഫുൾ കവർ എടുത്തിട്ടും എനിക്ക് മുഴുവൻ പണവും കിട്ടുന്നില്ല. മുഴുവൻ പണവും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, തേർഡ് പാർട്ടി ക്ലെയിം കിട്ടാൻ ഞാൻ വീണ്ടും കഷ്ടപ്പെടണം, എങ്കിൽ മാത്രമേ ഞാൻ മുടക്കിയ പണം കിട്ടുള്ളൂ. ചിലപ്പോൾ കിട്ടുന്ന സമയത്ത് നഷ്ടപരിഹാര തുക അടക്കം നമുക്ക് കിട്ടിയേക്കാം. അത് വക്കീൽ വാദിക്കുന്നതിനനുസരിച്ചാണ്. എങ്കിലും ഇത് അത്രത്തോളം നല്ല കാര്യമല്ലല്ലോ. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ? ഇവിടെയാണ് നിൽ ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ സീറോ ഡിപ്രിസിയേഷൻ ആഡ് ഓണിൻ്റെ പ്രാധാന്യം. അതായത് കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് നമ്മൾ എടുത്തു വെക്കുന്നു, ഫുൾ കവർ എടുത്തു വെക്കുന്നു, അതിൻ്റെ കൂടെ ഇൻഷുറൻസ് പോളിസികൾ, ഇപ്പോൾ ഹെൽത്ത് ആണെങ്കിലും ടേം ആണെങ്കിലും ഒക്കെ ഏത് തരം ഇൻഷുറൻസ് പോളിസികളാണെങ്കിലും അതിൻ്റെ കൂടെ ആഡ് ഓൺസ് ആഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ നമ്മൾ കാർ ഇൻഷുറൻസിൻ്റെ കൂടെ നമുക്ക് ആഡ് ഓൺസ് ആഡ് ചെയ്യാൻ പറ്റും. അത്തരത്തിലൊരു ആഡ് ഓൺ ആണ് നിൽ ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ സീറോ ഡിപ്രിസിയേഷൻ ആഡ് ഓൺ. ഈ ആഡ് ഓൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഷുറൻസ് പിന്നെ അറിയപ്പെടുന്ന നാടൻ പേരാണ് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ്. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടല്ലോ. ഈ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ നിൽ ഡിപ്രിസിയേഷനാണ്. അതായത് നമുക്ക് കാലപ്പഴക്കം കൊണ്ട് വാഹനത്തിന് വരുന്ന ഡിപ്രിസിയേഷൻ, ഇപ്പോൾ 1 ലക്ഷം രൂപ ചിലവായി, നമുക്ക് കിട്ടിയത് 60,000 ആണ്. കാരണം എന്താണ്? ഓരോ പാർട്ടിനും ഇത്രത്തോളം ഡിപ്രിസിയേഷൻ ഉണ്ട്, വില കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര തുക നൽകാൻ മാത്രമേ കമ്പനിക്ക് ബാധ്യതയുള്ളൂ എന്ന കാര്യം ഇവിടെ ഇല്ലാതാവുകയാണ്. ഡിപ്രിസിയേഷൻ ഇല്ലാതാവുകയാണ്. എത്ര തുക പുതിയ പാർട്ട് വാങ്ങാൻ ചിലവാകുമോ
അത്രയും തുക തന്നെ ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യുന്നതാണ്. ഇവിടെയും നിബന്ധനകൾ കുറച്ചുണ്ടാവും. ചില സാധനത്തിനൊക്കെ നമുക്ക് കുറച്ച് പണം അധികം കൊടുക്കേണ്ടതായിട്ട് വരും. എങ്കിലും ഒരുവിധം പണം എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഈ നിൽ ഡിപ്രിസിയേഷൻ കവർ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത്തരത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മുകളിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഫുൾ കവർ എന്നത് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആയിട്ട് മാറുന്നതാണ്. പക്ഷേ എല്ലാ കാറുകൾക്കും ഈ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് കിട്ടുമെന്ന് വിചാരിക്കരുത്, അല്ലെങ്കിൽ നിൽ ഡിപ്രിസിയേഷൻ കവർ കിട്ടുമെന്ന് വിചാരിക്കരുത്. ഇത് കമ്പനി തീരുമാനിക്കുന്ന പോലെയാണ്. നിരവധി ഇൻഷുറൻസ് കമ്പനികൾ മാർക്കറ്റിലുണ്ട്. പലപ്പോഴും കണ്ടിട്ടുള്ളത് 5 വർഷത്തിലധികം പഴക്കമുള്ള വണ്ടികൾക്ക് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് കിട്ടാറില്ല. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ടല്ലോ, ആ ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ ഒരു കാർ ഓണർ കൊടുക്കേണ്ട പണത്തിൻ്റെ ഏതാണ്ട് ഇരട്ടിയോളം കൊടുത്താൽ മാത്രമേ ഫുൾ കവർ, അതായത് കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് കിട്ടുള്ളൂ. ഈ കോംപ്രഹെൻസീവ് ഇൻഷുറൻസിനേക്കാളും ഒരു 20-30% കൂടുതലായിരിക്കും ഈ ബമ്പർ ടു ബമ്പർ എന്ന് പറയുന്ന ഇൻഷുറൻസിന്. അതായത് കോംപ്രഹെൻസീവ് ഇൻഷുറൻസിൻ്റെ കൂടെ ഒരു ആഡ് ഓൺ കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. ഇനിയും നിരവധി ഉപകാരപ്രദമായ ആഡ് ഓണുകളുണ്ട്. ആഡ് ഓണുകൾ ഏതൊക്കെ ചേർക്കണം ഏതൊക്കെ ചേർക്കണ്ട എന്നത് നമുക്ക് തന്നെ തീരുമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അത് ഓരോരുത്തർക്കും വേറെ വേറെ ആയിരിക്കും. പൊതുവേ നമ്മൾ കാർ ഇൻഷുറൻസ് നൽകുന്ന കമ്പനികളുടെ കാര്യം നോക്കിയാൽ ഈ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് മുഖാന്തരം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുക പലപ്പോഴും വർഷത്തിൽ 2 തവണ മാത്രമാണ്. മൂന്നാമതും ആക്സിഡൻ്റായി വീണ്ടും ക്ലെയിം ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ ഈ സീറോ ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ നിൽ ഡിപ്രിസിയേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് ഫുൾ കവർ പോലെയാണ് പരിഗണിക്കുക. ആ സമയത്ത് ഡിപ്രിഷിയേറ്റഡ് വാല്യൂ മാത്രമേ നമുക്ക് കമ്പനി പേ ചെയ്യുകയുള്ളൂ. ഇത് മാത്രമല്ല, വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. നമ്മൾ എത്ര തവണ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നോ അതിനനുസരിച്ച് പ്രീമിയം കൂട്ടാനുള്ള അധികാരം കമ്പനിക്കുണ്ട്. അപ്പോൾ നമ്മൾ കുറേ അധികം തവണ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത തവണ ഇൻഷുറൻസ് പുതുക്കുന്ന സമയത്ത് കൂടുതൽ പ്രീമിയം കൊടുക്കേണ്ടി വരും. എന്നാൽ ഈ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഇല്ലേ, അതിൻ്റെ കാര്യം പറയുമ്പോൾ പലരും പറയാത്തതും പലർക്കും അറിയാത്തതുമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇതിൽ ഡിപ്രിസിയേഷൻ ഒന്നുമില്ല എന്ന് നമ്മൾ വിചാരിക്കാൻ വേണ്ടി പാടില്ല. അതായത് വെയർ ആൻഡ് ടയർ സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു തവണ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവങ്ങളുണ്ട്. ഉദാഹരണത്തിന് നട്ട്, ബോൾട്ട്, കൂളൻറ്റുകൾ, എൻജിൻ ഓയിൽസ്, ഇതെല്ലാം വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. കാറിൽ നിന്ന് നമുക്ക് എടുത്തു വെച്ചിട്ട് വീണ്ടും അത് റീയൂസ് ചെയ്ത് കാണാറില്ല. പുതിയ പാർട്ടാണ് അതിനുവേണ്ടി ഉപയോഗിക്കുക. ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് പണം ലഭിക്കില്ല. അതുകൂടാതെ വണ്ടിയുടെ ടയറില്ലേ, അത് എപ്പോഴും റോഡുമായിട്ട് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. അതിന് നോർമൽ വെയർ ആൻഡ് ടയർ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ 50%, അതായത് നമ്മുടെ ടയർ ഇപ്പോൾ പൊട്ടിപ്പോയി, ആക്സിഡൻറ്റ് സംഭവിച്ചു, ടയർ പൊട്ടിപ്പോയി, ടയറിൻ്റെ പണത്തിൻ്റെ 50% മാത്രമേ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസിൽ പോലും നൽകുന്നതായിട്ട് കാണാറുള്ളൂ. അപ്പോൾ സീറോ ഡിപ്രിസിയേഷനാണ്, നിൽ ഡിപ്രിസിയേഷനാണ്. ടയറിൻ്റെ ഡിപ്രിസിയേഷൻ പോലും എന്നിൽ നിന്ന് കുറയ്ക്കാൻ പാടില്ല, കൺസ്യൂമബിൾസ് എല്ലാം എനിക്ക് നൽകണം എന്നൊന്നും പറഞ്ഞാൽ കമ്പനി അംഗീകരിച്ച് തരില്ല എന്ന കാര്യം പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ മനസ്സിലാക്കുക. പിന്നെ ഈ ഗൂഗിളിലൊന്നും തിരഞ്ഞാൽ കിട്ടാത്തൊരു കാര്യം കൂടെ പറയാം. ടൈപ്പ് പോളിസികൾ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഒരു കാർ നമ്മൾ മേടിക്കുകയാണ്, ആ കാറിൻ്റെ ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ചിലപ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനി ഉണ്ടാവും. അങ്ങനെയുള്ള ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ ടയറിൻ്റെ ഈ 50% ഡിപ്രിസിയേഷൻ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസിൽ ഇല്ല എന്ന പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണാറുണ്ട്. സാധാരണ രീതിയിൽ ബമ്പർ ടു ബമ്പർ എടുക്കുന്ന സമയത്ത് നമുക്ക് കാറിൻ്റെ ടയറിന് 50% ഡിപ്രിഷിയേറ്റഡ് വാല്യൂ മാത്രമേ ഇൻഷുറൻസ് കമ്പനി നൽകുകയുള്ളൂ. കുറഞ്ഞത് ആ തുകയെങ്കിലും കൊടുക്കണം എന്ന് മാത്രമേ നിയമത്തിലുള്ളൂ. അത്ര തുകയെങ്കിലും കൊടുത്തിരിക്കണം. പക്ഷേ അതിൽ കൂടുതൽ കൊടുക്കുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ ഈ കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ആയതുകൊണ്ട് തന്നെ ഇത്തരം ഇൻഷുറൻസ് കമ്പനികൾ അങ്ങനെ കൊടുക്കുന്നത് കാണാറുണ്ട്. അതുകൊണ്ട് ഇതൊരു എക്സംഷനായിട്ട് മനസ്സിലാക്കുക. ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസിൽ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പാർഷ്യൽ ലോസാണ് വാഹനത്തിന് വരുന്നതെന്ന് വിചാരിക്കുക. അതായത് വണ്ടി ഇടിച്ചു, അതൊന്ന് പൊളിഞ്ഞു, അത് നന്നാക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഈ ഡിപ്രിസിയേഷൻ ഒന്നും കുറയ്ക്കാതെയാണ് തരിക. പക്ഷേ ഈ കാറ് പൂർണ്ണമായിട്ടും കത്തിപ്പോയി, റിപ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് നശിച്ചുപോയി, അല്ലെങ്കിൽ കൊക്കയിലേക്ക് മറിഞ്ഞുപോയി, കാറ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് ഡിപ്രിസിയേഷൻ ഉണ്ടാവും. അല്ലാതെ പുതിയ കാറ് പൂർണ്ണമായിട്ടും നമുക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പണം ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസിനോ അല്ലെങ്കിൽ ഈ ഫുൾ കവർ ഇൻഷുറൻസിനോ നൽകാൻ വേണ്ടി പറ്റില്ല. ഈ ഒരു കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുൾ കവറും ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസും ഒരുപോലെയാണ്. IDV അഥവാ ഇൻഷുർഡ് ഡിക്ലെയർഡ് വാല്യൂ മാത്രമാണ് ഈ 2 ഇൻഷുറൻസിന് നൽകാൻ വേണ്ടി പറ്റുക. ഇൻഷുർഡ് ഡിക്ലെയർഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻവോയ്സ് വാല്യൂ എന്ന് ഡിപ്രിസിയേഷൻ കുറയ്ക്കുന്നതാണ്. IRDAIയുടെ റെഗുലേഷൻ പ്രകാരം ഈ ഡിപ്രിസിയേഷൻ വാല്യൂവിന് ഒരു ശതമാനമുണ്ട്. അതിനനുസരിച്ചാണ് ഡിപ്രിസിയേഷൻ കുറയ്ക്കുക. 5 വർഷം വരെയാണ് ഇങ്ങനെ ഒരു ശതമാനം ഉള്ളത്. 5 വർഷത്തിലധികമായി കഴിഞ്ഞാൽ എത്രയാണോ നമ്മുടെ വാഹനത്തിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് അതാണ് പരിഗണിക്കുക. പക്ഷേ നമുക്ക് തോന്നിയ വാല്യൂ ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. അത് ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് സംസാരിച്ച് അവർ അക്സെപ്റ്റ് ചെയ്യുന്നൊരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ ആണ് നമ്മൾ അവിടെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് വാഹനം നഷ്ടപ്പെട്ടാൽ ആ സമയത്ത് വണ്ടിക്ക് നമുക്ക് കണക്കാക്കുന്നൊരു മതിപ്പുണ്ടാവുമല്ലോ, ആ മതിപ്പ് വില മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ അതേ മോഡൽ വാഹനം വീണ്ടും റോട്ടിലേക്ക് ഇറക്കാൻ വേണ്ട പണം നമുക്ക് ഇൻഷുറൻസ് കമ്പനി നൽകുന്നതല്ല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഫുൾ കവറും ബമ്പർ ടു ബമ്പറും കാറ് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ടോട്ടൽ ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരേപോലെയാണ് വർക്ക് ചെയ്യുക.
അപ്പോൾ ഈ നിൽ ഡിപ്രിസിയേഷൻ മാത്രം എടുത്താൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതിന് പരിഹാരമായിട്ടുള്ള ആഡ് ഓണുകളെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തതാണ് കൺസ്യൂമബിൾ കവർ. അതായത് നമ്മൾ പറഞ്ഞല്ലോ, നട്ട് ബോൾട്ട് തുടങ്ങിയ കാര്യങ്ങൾ, എൻജിൻ ഓയിൽ, കൂളൻ്റ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ മാറ്റണമെങ്കിൽ അത്യാവശ്യം പണം ചിലവാകുന്നതാണ്. അതുകൂടെ കവർ ചെയ്യണമെങ്കിൽ കൺസ്യൂമബിൾ കവർ എന്ന് പറഞ്ഞ ആഡ് ഓൺ ആഡ് ചെയ്താൽ മതി. ഏതാണ്ട് 3000 മുതൽ 5000 രൂപയൊക്കെയാണ് പ്രതിവർഷം ഇതിന് ചാർജായിട്ട് വരിക. എങ്കിലും നമ്മുടെ വണ്ടിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പണം കൂടെ നമുക്ക് ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യുന്നതാണ്. ഇനി ടോട്ടൽ ലോസ് സംഭവിച്ചാൽ, മുൻപ് പറഞ്ഞതുപോലെ വണ്ടി റിപ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നശിച്ചു പോയാൽ, കൊക്കയിലേക്ക് വീണാൽ, അല്ലെങ്കിൽ തവിട്ട് പൊടിയായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രളയത്തിൽ ഒലിച്ചു പോയാൽ, ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഷുറൻസ് പോളിസിയുടെ കൂടെ, അതായത് കോംപ്രഹെൻസീവ് പോളിസിയുടെ കൂടെ എടുത്തു വെക്കാൻ പറ്റിയ ആഡ് ഓൺ ആണ് റിട്ടേൺ ടു ഇൻവോയ്സ് അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൊട്ടക്ഷൻ ആഡ് ഓൺ. ഈ ഒരു ആഡ് ഓൺ നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടി ടോട്ടൽ ലോസ് ആയാലും പുതിയ വണ്ടി, അതേ മോഡൽ പുതിയ വണ്ടി മേടിക്കാൻ വേണ്ട പണം നമുക്ക് ഇൻഷുറൻസ് കമ്പനി നൽകുന്നതാണ്. പക്ഷേ നമ്മൾ ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇൻഷുറൻസ് ഡോക്യുമെൻറ്റ്സിൽ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ചില സമയത്ത് നമുക്ക് എപ്പോഴാണോ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ വണ്ടി നഷ്ടമാവുന്നത്, ചില സമയത്ത് മോഷ്ടിച്ചു പോകുമായിരിക്കാം. അത്തരത്തിൽ സംഭവിക്കുന്ന ഡേറ്റ് എന്നാണോ, അന്നത്തെ ദിവസം ആ വാഹനത്തിൻ്റെ വില എന്താണോ ആ വിലയായിരിക്കും ചിലപ്പോൾ തരിക. ചില കമ്പനികൾ നൽകുന്നത് നമ്മൾ വണ്ടി മേടിച്ച സമയത്തുള്ള വിലയായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഏത് കമ്പനി ഏത് തരമാണ് നൽകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് നിർബന്ധമാണ്. ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം കസ്റ്റമർ കെയറിൽ നിന്ന് കോൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ കോൾ ബാക്ക് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരാളെ എടുത്ത് പോവുകയാണെങ്കിൽ, ഒരു ഏജൻറ്റിൻ്റെ എടുത്ത് പോവുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ പ്ലാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ വിവിധ പ്ലാനുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഏത് കമ്പനിയുടെ ഇൻഷുറൻസ് ആണ് ഇന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ നൽകുന്നത് എന്ന കാര്യം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കമ്പയർ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ആഡ് ഓൺ പരിചയപ്പെടാം. അതാണ് നോ ക്ലെയിം ബോണസ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നു, ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നില്ല. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലാഭമാണ്. അങ്ങനെ ഓരോ വർഷവും ക്ലെയിം ചെയ്യാതിരിക്കുമ്പോൾ നിശ്ചിത ശതമാനം, കൃത്യമായിട്ടുള്ള പട്ടിക ഉണ്ട്, ആദ്യത്തെ വർഷം ക്ലെയിം ചെയ്തില്ലെങ്കിൽ 20% കുറവാണ് നമ്മൾ അടയ്ക്കേണ്ട പ്രീമിയത്തിൽ വരിക. അത്തരത്തിൽ ഒരു 5 വർഷം കഴിയുന്ന സമയത്ത് 6 വർഷം മുതൽ നമ്മൾ അടയ്ക്കേണ്ട പ്രീമിയം 50% വരെ കുറയുന്നതായിട്ട് കാണാറുണ്ട്. അത്തരത്തിൽ കുറയണമെങ്കിൽ നോ ക്ലെയിം ബോണസ് എന്ന ആഡ് ഓൺ കൃത്യമായിട്ട് നമ്മുടെ കാർ ഇൻഷുറൻസിൽ ആഡ് ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊരു കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ആഡ് ഓണുകൾ ആഡ് ചെയ്യുകയാണല്ലോ ചെയ്യുക. അപ്പോൾ അതിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ടാവും, അതുപോലെ ഓൺ ഡാമേജ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ടാവും. അതിൻ്റെ പുറമെയാണ് മറ്റ് ആഡ് ഓണുകൾ ഉണ്ടാവുക. ഇതിൽ നമുക്ക് നോ ക്ലെയിം ബോണസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഓൺ ഡാമേജ് പ്രൊട്ടക്ഷനിൽ മാത്രമാണ്. തേർഡ് പാർട്ടിയും 50% കുറയും. അതുപോലെ നമ്മൾ എടുത്തിട്ടുള്ള ആഡ് ഓണുകളെല്ലാം 50% കുറയുമെന്ന് ധരിച്ചു വെക്കരുത്, അല്ലെങ്കിൽ എത്ര ശതമാനമാണെങ്കിലും കുറയുമെന്ന് ധരിച്ചു വെക്കരുത്. ഓൺ ഡാമേജ് പ്രൊട്ടക്ഷനിൽ മാത്രമാണ് നോ ക്ലെയിം ബോണസ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. പലർക്കും ഇത് അറിയാത്തൊരു കാര്യമാണ്, തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുള്ള കാര്യമാണ്, പറഞ്ഞു കൊടുക്കാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അറിയുന്നവരോടും പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ആഡ് ഓൺ നോക്കുകയാണെങ്കിൽ 24/7 റോഡ് സൈഡ് അസിസ്റ്റൻസ് ആണ്. നമ്മുടെ കാർ ഒരു സ്ഥലത്ത് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി, ആ സമയത്ത് ചിലപ്പോൾ വർക്ക്ഷോപ്പിൽ നിന്ന് ആൾ വരേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ വാഹനം തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിലേക്ക് തൂക്കിയെടുത്ത് കൊണ്ടുപോവേണ്ട അവസ്ഥയും വരും. ഈ സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പണം പോവും, അല്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഈ ബുദ്ധിമുട്ടുകൾ നമുക്കില്ലാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ ചെലവ് കവർ ചെയ്യുന്ന രീതിയിൽ ആഡ് ഓണുകൾ നമുക്ക് എളുപ്പത്തിൽ ആഡ് ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ കമൻറ്റിലെ ലിങ്ക് വഴി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒറ്റ ക്ലിക്കിൽ തന്നെ ഈ ആഡ് ഓൺ നമുക്ക് എളുപ്പത്തിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണ രീതിയിൽ ഫുൾ കവർ ഇൻഷുറൻസിൽ തന്നെ ഇത്തരത്തിൽ വണ്ടി തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നതിനുള്ള ഒരു 1500 രൂപ വരെയൊക്കെയുള്ള ഒരു കവറേജ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ക്രെയിൻ്റെ ഒരു മിനിമം ചാർജ് എന്ന് പറയുന്നത് ഒരു 1500 രൂപയ്ക്കാണ്. കുറച്ച് ദൂരെയുള്ള സ്ഥലത്താണ് നമ്മുടെ വാഹനം കുടുങ്ങി പോകുന്നത്, അല്ലെങ്കിൽ ഇത് കൊക്കയിലേക്ക് മറിഞ്ഞാലോ അങ്ങനെയൊക്കെ സംഭവിക്കല്ലേ. ഇത് അൺസർട്ടൈൻ ആയിട്ടുള്ള കാര്യങ്ങളെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 10,000-ഉം 15,000-ഉം ഒക്കെ ചിലവ് വരാം. അപ്പോൾ ഫുൾ കവറിൽ 1500 രൂപ ഉണ്ടെന്ന് കരുതി ഈ ഒരു ആഡ് ഓൺ ആഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ കയ്യിൽ നിന്ന് വലിയ സംഖ്യ പോകാൻ സാധ്യതയേറെയാണ്. അതുകൊണ്ട് ഈ ആഡ് ഓൺ ആഡ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അടുത്ത ആഡ് ഓൺ ആണ് എഞ്ചിൻ പ്രൊട്ടക്ഷൻ. പലരും ഇത് കേൾക്കുന്ന സമയത്ത് എഞ്ചിൻ പ്രൊട്ടക്ഷൻ, നമ്മൾ വണ്ടി കൂട്ടിയിടിച്ചു, അപ്പോൾ എഞ്ചിൻ എന്തെങ്കിലും തകരാറ് സംഭവിച്ചു, ഈ സമയത്ത് നമുക്ക് കവറേജ് കിട്ടില്ലേ? നമ്മൾ ഫുൾ കവർ എടുത്തു കഴിഞ്ഞാൽ കവറേജ് കിട്ടും, ബമ്പർ ടു ബമ്പർ എടുത്തു കഴിഞ്ഞാൽ കവറേജ് കിട്ടും, തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. പക്ഷേ നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചു പോയി, വണ്ടിയുടെ അടിയൊന്ന് തട്ടി, അല്ലെങ്കിൽ വണ്ടിക്ക് കാലക്രമേണ ചില പ്രശ്നങ്ങൾ സംഭവിച്ച് ഓയിൽ ലീക്കായി, അല്ലെങ്കിൽ നമ്മൾ വാഹനം വെള്ളത്തിലൂടെ ഓടിച്ചു, ആ സമയത്ത് വെള്ളം കയറി എഞ്ചിന് തകരാറുകൾ സംഭവിച്ചു. ഇത്തരത്തിലൊക്കെ സംഭവിക്കുന്ന സമയത്ത് വെറും ഫുൾ കവർ കൊണ്ടോ ബമ്പർ ടു ബമ്പർ കൊണ്ടോ മാത്രം
എഞ്ചിന് പ്രൊട്ടക്ഷൻ കിട്ടില്ല. കാരണം എഞ്ചിൻ നന്നാക്കുക എന്ന് പറയുന്നത് നല്ല ചിലവേറിയ കാര്യമാണ്. അപ്പോൾ കമ്പനി ഇത്തരം പോളിസികളിൽ ആ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് എഞ്ചിൻ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ എഞ്ചിൻ പ്രൊട്ടക്ഷൻ ആഡ് ഓൺ പ്രത്യേകമായിട്ട് നിങ്ങളുടെ ഇൻഷുറൻസിൽ ആഡ് ചെയ്യേണ്ടതാണ്. ഇവിടെ വരുന്ന മറ്റൊരു ചോദ്യമാണ്, അപ്പോൾ വെള്ളം കയറി എഞ്ചിൻ കേടായാൽ എനിക്ക് ഇൻഷുറൻസ് കിട്ടില്ല എന്ന ചോദ്യം. വെള്ളം ഇങ്ങോട്ട് വന്ന് കയറുകയാണെങ്കിൽ പ്രശ്നമില്ല, വെള്ളം നമ്മൾ അങ്ങോട്ട് ചെന്ന് പ്രശ്നമാക്കുകയാണെങ്കിലാണ് വിഷയം വരിക. അതായത് വെള്ളത്തിലൂടെ വണ്ടി ഓടിക്കാൻ പാടില്ല, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വെള്ളത്തിലൂടെ ഓടിച്ച് വെള്ളം കയറുകയാണെങ്കിൽ പ്രശ്നമാണ്. അതേസമയം വീട്ടിൽ നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഇട്ട സമയത്ത് പ്രളയം പോലുള്ള കാര്യങ്ങൾ വന്നു, അല്ലെങ്കിൽ മഴ കൂടുതലായിട്ട് പെയ്ത് വെള്ളം കയറുകയാണെങ്കിലൊക്കെ ഫുൾ കവറും ബമ്പർ ടു ബമ്പറും തന്നെ ഇത് കവർ ചെയ്യുന്നതാണ്. മറ്റ് രീതിയിൽ നമ്മുടെ പ്രശ്നം കൊണ്ട് എഞ്ചിനിൽ വെള്ളം കയറിയോ മറ്റേതെങ്കിലും രീതിയിലോ കേടായി കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എഞ്ചിൻ പ്രൊട്ടക്ഷൻ കവറേജ് ആഡ് ചെയ്യുന്നത്. അടുത്ത ആഡ് ഓൺ നോക്കുകയാണെങ്കിൽ കീ ആൻഡ് ലോക്ക് ആഡ് ഓൺ ആണ്. ഇപ്പോൾ ഉള്ള കീക്കൊക്കെ ഭയങ്കര വിലയുണ്ട്, അതുപോലെ അതിൻ്റെ ലോക്കിംഗ് സിസ്റ്റത്തിനൊക്കെ നല്ല വിലയാണ്. അപ്പോൾ വില കൂടിയ കാറുകൾ മേടിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ പേര് പറയുന്ന പോലെ തന്നെ ഇതിനെന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കവറേജ് കിട്ടുന്ന രീതിയിലുള്ള ഇൻഷുറൻസുകൾ നിങ്ങൾക്ക് ചേർന്ന് വെക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ കോംപ്രഹെൻസീവ് അല്ലെങ്കിൽ ഫുൾ കവറിൻ്റെ കൂടെ ആഡ് ഓണുകൾ ചേർക്കുന്നതാണ്. അല്ലാതെ തേർഡ് പാർട്ടിയുടെ കൂടെ ആഡ് ഓണുകൾ ചേർക്കാൻ പറ്റില്ല. നമ്മൾ ഈ കോംപ്രഹെൻസീവ് പോളിസി, അതായത് ഫുൾ കവറിൻ്റെ കൂടെ മാത്രമാണ് നമുക്ക് ആഡ് ഓണുകൾ ചേർക്കാൻ പറ്റുക. അത്തരത്തിൽ ചേർക്കുന്ന ഒരു ആഡ് ഓൺ ആണ് ഈ കീ ആൻഡ് ലോക്ക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത തരമാണ് പോളിസി അലവൻസ് കവർ. ഇതൊക്കെ ഓരോ കമ്പനികളും വേറെ വേറെ രീതിയിലാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വാഹനം ആക്സിഡൻ്റ് ആയി, ആ സമയത്ത് നമ്മുടെ വണ്ടി എടുത്തിട്ട് തീർച്ചയായിട്ടും നന്നാക്കാൻ വേണ്ടി കൊടുക്കേണ്ടി വരും. ആ സമയത്ത് നമുക്ക് വണ്ടിയില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കമ്പനി വണ്ടി വിട്ടു നൽകുന്ന രീതിയിൽ, അല്ലെങ്കിൽ വാഹനം നന്നാക്കി കിട്ടാനുള്ള സമയം വൈകി, ആ സമയത്ത് ഓരോ ദിവസത്തിനും നിശ്ചിത തുക നമുക്ക് അലവൻസ് ആയിട്ട് അനുവദിക്കുന്ന രീതിയിലൊക്കെ ഇത്തരം പദ്ധതികൾ കാണാറുണ്ട്. അതായത് സാധാരണ കാർ ഇൻഷുറൻസ് തന്നെ എൻ്റെ കൂടെ ചേർക്കുന്ന ഒരു ആഡ് ഓൺ ആണ്. അടുത്ത ആഡ് ഓൺ നോക്കുകയാണെങ്കിൽ പേഴ്സണൽ ആക്സിഡൻറ്റ് കവറേജ് ആണ്. നിർബന്ധമായിട്ടും ഇത് ഇന്ത്യയിൽ ഓരോരുത്തർക്കും വേണമെന്നതാണ് നിയമം നമ്മളോട് പറയുന്നത്. ഈ പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വാഹനം ഓടിക്കുന്ന വാഹനത്തിൻ്റെ ഉടമ മരണപ്പെടുകയാണെങ്കിൽ കുറഞ്ഞത് 15 ലക്ഷം കിട്ടും. എത്ര രൂപയുടെ കവറേജാണോ എടുക്കുന്നത് അത്രയും രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ വാഹനം ഓടിക്കുന്ന വാഹനത്തിൻ്റെ ഉടമ തന്നെ വാഹനം ഓടിക്കണം. ആ സമയത്താണ് അദ്ദേഹത്തിന് ഇത് കിട്ടുക. പെർമനൻറ്റ് ഡിസബിലിറ്റി വരികയാണെങ്കിൽ ഈ മരണപ്പെട്ടാൽ കിട്ടുന്ന സംഖ്യയുടെ പകുതി, അതായത് 50% നഷ്ടപരിഹാരമായിട്ട് കമ്പനി കൊടുക്കുന്നതാണ്. ഇനി ഡ്രൈവറെ വെച്ചിട്ടാണ് വാഹനം ഓടിപ്പിക്കുന്നത് എങ്കിൽ ഡ്രൈവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ആഡ് ഓണുകളെല്ലാം പ്രത്യേകമായിട്ട് ചേർക്കാൻ പറ്റുന്ന അവസരവും ഇന്ത്യയിലെ കാർ ഇൻഷുറൻസ് രംഗത്തുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് വളരെ കുറഞ്ഞ ചിലവിൽ എടുക്കാൻ പറ്റുന്ന മറ്റൊരു തരം ഇൻഷുറൻസുകളുണ്ട്. കാർ ഇൻഷുറൻസ് തന്നെയാണ്. പേ ആസ് യു ഡ്രൈവ് എന്നാണ് ഇത്തരം പോളിസികൾ അറിയപ്പെടുന്നത്. ഇത് മറ്റൊന്നുമല്ല, നമ്മുടെ വീട്ടിലിപ്പോൾ 1, 2, 3 കാറുള്ള ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ വണ്ടി മേടിച്ചിട്ടിട്ട് വിദേശത്തേക്ക് പോകുന്ന ആളുകളുണ്ടാവും. വർഷത്തിൽ വളരെ കുറച്ചായിരിക്കും അവർ ഡ്രൈവ് ചെയ്യുക. ആവറേജ് ഇന്ത്യക്കാരുടെ കാര്യം നോക്കിയാൽ 10,000 മുതൽ 12,000 കിലോമീറ്ററുകൾ മാത്രമാണ് അവരുടെ കാറുകൾ ഓടുന്നത്. അപ്പോൾ അത്തരം ആളുകൾ വലിയ തുക കൊടുത്ത് ഇൻഷുറൻസ് എടുക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. അവരെത്ര വണ്ടി ഓടിക്കുന്നോ അതനുസരിച്ചുള്ള ഇൻഷുറൻസുകൾ എടുത്താൽ മതി. അതും നിങ്ങൾക്ക് ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് നോക്കിയാൽ കാണാം. ഒരുപക്ഷെ എല്ലാവർക്കും ഒന്നും ഇത് ലഭ്യമാവില്ല, എന്നാലും കിട്ടുന്നവരുണ്ടോ എന്ന കാര്യം പ്രത്യേകമായിട്ട് പരിശോധിക്കാം. ഇവിടെ നമ്മളൊരു നിശ്ചിത കിലോമീറ്ററിനായിരിക്കും ഇൻഷുറൻസ് എടുക്കുന്നത്. എന്നാൽ ഒരു വർഷം നമ്മൾ അത്രയും ഓടിയിട്ടില്ല എങ്കിൽ തൊട്ടടുത്ത വർഷത്തേക്ക് ബാക്കി വരുന്ന കിലോമീറ്ററുകൾ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ പ്രീമിയത്തിൽ വരുന്ന കുറവ് സ്റ്റാൻഡ് അലോൺ ഓൺ ഡാമേജിന് മാത്രമായിരുന്നു നോ ക്ലെയിം ബോണസിൻ്റെ കുറവ് വരുന്നത്. എന്നാൽ ഈ ഒരു തരം പോളിസിയിൽ റൈഡേഴ്സിനും പ്രീമിയം കുറയുന്നതാണ്. അപ്പോൾ കാര്യങ്ങൾ എന്താണെങ്കിലും ഒന്ന് ചുരുക്കി പറയാനാണെങ്കിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ മറ്റേയാൾക്ക് മാത്രം ക്ലെയിം കിട്ടുന്ന തരം ഇൻഷുറൻസ് ആണ്. സ്റ്റാൻഡ് അലോൺ ഓൺ ഡാമേജ് കൂടെ ചേരുമ്പോൾ അതിനെ ഫുൾ കവർ എന്ന് വിളിക്കാം. ഇത് ഫുൾ കവർ ആണെങ്കിലും നമുക്കറിയാം ഡിപ്രിസിയേറ്റഡ് വാല്യൂ മാത്രമേ ഇൻഷുറൻസ് കമ്പനി നമുക്ക് തരികയുള്ളൂ. അതേസമയം ഫുൾ കവറിൻ്റെ കൂടെ നിൽ ഡിപ്രിസിയേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ബമ്പർ ടു ബമ്പർ എന്ന് വിളിക്കും. അങ്ങനെയുള്ള സമയത്ത് ഡിപ്രിസിയേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് വാഹനം നന്നാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അങ്ങനെയുള്ള സമയത്ത് പോലും വണ്ടിയുടെ കൺസ്യൂമബിൾസ് ആണെങ്കിലും ടോട്ടൽ ലോസ് സംഭവിച്ചാലും നമ്മുടെ അശ്രദ്ധ മൂലം എഞ്ചിന് പ്രശ്നങ്ങൾ പറ്റിയാലും ഒന്നും ബമ്പർ ടു ബമ്പർ കൊണ്ട് കാര്യമില്ല. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കീ ആൻഡ് ലോക്ക് പ്രൊട്ടക്ഷൻ ആണെങ്കിലും റിട്ടേൺ ടു ഇൻവോയ്സ് ആണെങ്കിലും എഞ്ചിൻ പ്രൊട്ടക്ഷൻ ആണെങ്കിലും ഇതുപോലുള്ള റൈഡേഴ്സോ കവറുകളോ കൃത്യമായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെല്ലാം ആരാണ് തീരുമാനിക്കേണ്ടത്? നമുക്ക് ഏത് തരം പോളിസി വേണമോ ആ തരത്തിൽ നമുക്ക് വേണ്ടതുപോലെ ആഡ് ചെയ്യാം. ഇതെല്ലാം ഉണ്ട് എന്ന് കരുതി ഒരു ഫുൾ കവർ എടുത്തിട്ട് ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അധികം പണം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം ഒരു കാർ ഇൻഷുറൻസ് എടുക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി ഈ അറിവുകൾ നിങ്ങൾ എന്താണെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി നിങ്ങളൊരു കാർ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 21 വ്യത്യസ്ത കമ്പനികളെ താരതമ്യം ചെയ്ത് അതിലേതാണ് വേണ്ടത് എന്ന കാര്യം
സ്വയമേവ തീരുമാനിക്കാം. ഏതെങ്കിലും ഏജൻറ്റ് പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ കൂട്ടുകാർ പറയുന്നത് കേട്ട് തീരുമാനിക്കേണ്ട. മികച്ച ഫീച്ചറും വില കുറവും ഏതാണ് എന്ന് നോക്കി നിങ്ങൾക്ക് സ്വയമേവ തീരുമാനിക്കാം. അതുകൂടാതെ പഴയ കാറിൻ്റെ നോ ക്ലെയിം ബോണസ് പുതിയ കാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ഇതുമൂലം പറ്റുന്നതാണ്. പിന്നെ ക്ലെയിമിൻ്റെ ആവശ്യമൊക്കെ വരികയാണെങ്കിൽ പബ്ലിക് ഹോളിഡേയിൽ അടക്കം 24/7 ക്ലെയിം അസിസ്റ്റൻസും ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോഴെന്തായാലും ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളില്ല, എന്നാൽ അടിസ്ഥാനപരമായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ അനുഭവങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ എഴുതണം. അത് വായിക്കുമ്പോൾ ഒരുപാട് പേർക്ക് അത് ഗുണം ചെയ്യുന്നതാണ്. നമുക്കെന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.